നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. അതിൽ അംഗമാകാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുമായി ഈ ബന്ധത്തിൽ വന്നു ചേർന്നതിന് പിന്നിലുള്ള രഹസ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് പുതിയ വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതിനുള്ള കാരണം എന്താണ്, അങ്ങനെ മുഴുവനുമായിട്ടുള്ള ഊർജമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുവാനായി പോകുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയുടെ വലിയ ഒരു പദ്ധതി തന്നെയാണ്. ആ ഒരു പ്ലാനാണ് നമുക്കിവിടെ തീർത്തും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപെട്ടിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള അപ്രതീക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീർത്തും വളരെയധികം ഒരു സ്പിരിച്വൽ യാത്രയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെയധികം പാപങ്ങളിലൂടെയും മോശപ്പെട്ട കർമ്മങ്ങളിലൂടെയും ഒക്കെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ വ്യക്തിയുടെ കടന്നുവരവ് എന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ, പോരാത്തതിന് നിങ്ങളുടെ മനസ്സിലെ അഴുക്കുകളെല്ലാം മാറ്റി നല്ലൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഈ വ്യക്തിക്കും സംഭവിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലും ലക്ഷ്യബോധം ഇല്ലാതെയും മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലുമെല്ലാം അതിലേക്ക് കീഴ്പ്പെട്ട് മറ്റുള്ളവരുടെ ഒരു കളിക്കോപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ പേഴ്സണും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ ഉന്നതിയില്ലായ്മ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങെങ്ങും എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയും നിങ്ങൾ രണ്ടുപേരും കടന്നുപോയ മോശപ്പെട്ട സാഹചര്യങ്ങളായി കാണപ്പെടുന്നു. പക്ഷെ ഇവിടെ നല്ല രീതിക്ക് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന ആൾക്കാരല്ല. ഇതിൽ ഭൂരിഭാഗം പ്രേക്ഷകരും ഇൻട്രോവേർട്ടായിട്ട് കാണപ്പെടുന്നു. അതായത് അന്തർമുഖത്വം, മറ്റുള്ളവരായിട്ട് അമിതമായിട്ട് കൂട്ടുകൂടാതെ, ആവശ്യത്തിന് പോലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി എങ്ങനെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പെട്ടു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിട്ട് പോലും ഈ വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാകാം. ഇതേ അവസ്ഥ തന്നെയാണ് ഈ വ്യക്തിക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഒരു ഇരട്ട ജ്വാലയിലൂടെ ആകാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം. കാരണം അത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റുകയുണ്ടാവില്ല. പക്ഷെ അത് പിന്നീട് നിങ്ങളത് തിരിച്ചറിയുകയും അതിൻ്റെ രഹസ്യം മനസ്സിലാക്കുകയും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നു. പക്ഷെ നമുക്കിവിടെ തീർത്തും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എന്ത് തന്നെയായാലും ഒരു ആത്മീയപരമായിട്ടുള്ള പ്രണയബന്ധം തന്നെയാണ്. ഇത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ എപ്പോഴാണോ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ളതിലല്ല കാര്യം. ഒരുപക്ഷെ ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ കൗമാരപ്രായത്തിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമാകാം. പക്ഷെ പ്രായമല്ല നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ആത്മീയപരമായിട്ടുള്ള തലം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ജീവിതം, അതിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരം ഒരു മാറ്റങ്ങളാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്.
ഇപ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾ അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കാനും ഒറ്റപ്പെടാനും തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരാശരി ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് വളരെ ഭംഗിയായി ചെയ്യുന്നു. പഠിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും സ്മരണകളും ഒരുപാട് തന്നെ ഉണ്ട്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എല്ലാം നിങ്ങൾ പ്രപഞ്ച ശക്തിക്ക് വിട്ടുകൊടുത്ത് വളരെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഒഴിഞ്ഞ മനസ്സായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷമമോ അല്ലെങ്കിൽ അമിതമായ സന്തോഷമോ ഒന്നും തന്നെ വരുന്നില്ല. എല്ലാം മിതമായ രീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ വ്യക്തി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സാധാരണ ഒരു ഗതിയിൽ വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. സാധാരണ ഒരു ബന്ധമല്ല. ഈ ബന്ധത്തിൽ എന്തോ ഒരു പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയാണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ഒരുപാട് ഓടി ഒളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റണ്ണർ ആൻഡ് ചേസർ ഊർജത്തിൽ നിന്നും വളരെ മാറി ഇപ്പൊ രണ്ടുപേരും സറണ്ടർ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം പ്രപഞ്ച ശക്തിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഇപ്പോൾ സംസാരമില്ലായിരിക്കാം, കോണ്ടാക്ട് ഇല്ലായിരിക്കാം. നല്ലൊരു സോൾമേറ്റ് ജേണിയും നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി പണ്ടത്തേതുപോലെ നിങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാനോ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ആദ്യമെല്ലാം തീർച്ചയായിട്ടും ഒരു മൃഗം തൻ്റെ ഇരയെ പിടിക്കാൻ ഓടുന്നത് പോലെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ. ഒരു വ്യക്തിയോടും മറ്റൊരാൾ ചെയ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് അത്തരം ഒരു എനർജി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് നീതി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ഭാരപ്പെടലുകൾ, അത് പല തരത്തിലുമാകാം. ഒരുപക്ഷെ മാനസിക ബുദ്ധിമുട്ട് തന്നെയാകാം. ഭാരപ്പെടലുകൾ അല്ലെങ്കിൽ ഭാരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തീർത്തും നമുക്കിവിടെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു കൃത്യത, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബാലൻസിങ് അവസ്ഥയാണ് നിങ്ങളെ തേടി വരുവാനായി പോകുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടു പേർക്കും ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ വെച്ച് നീട്ടുന്ന ആ ഒരു അവസ്ഥയും കാണാൻ സാധിക്കുന്നു. ഒരുപാട് വിവാഹാലോചനകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രണയ അഭ്യർത്ഥനകളായിരിക്കാം. അവയെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഓരോന്നായി വന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അതിമനോഹരമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അല്ലെങ്കിൽ നന്നായി വിദ്യാഭ്യാസവും ജോലിയും കഴിവും ഒക്കെയുള്ള രണ്ട് വ്യക്തികളായി കാണപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരിക്കലും ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ അല്ലെങ്കിൽ ഭാരപ്പെടുകയോ മനസ്സിൽ ഒരു വേദന അവശേഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും പിരിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം ഈ വ്യക്തിയുടെ അതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കും. നിങ്ങൾക്ക് രണ്ടു പേർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു പിന്നിലുള്ള രഹസ്യം പലതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് പലരുമായിട്ട് ചർച്ച ചെയ്യുന്നുമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുമുണ്ട്. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ. അത് താമസിയാതെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിൽ അത്തരം ഒരു മാറ്റങ്ങൾ കാണാനിടയാകും. അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ അത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരും. അത് സ്വപ്ന ദർശനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് ഉള്ള അറിവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം വായനകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്നുമായിരിക്കാം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി കാണിച്ചു തരുന്ന എന്തെങ്കിലും ഒരു അടയാളങ്ങളിലൂടെ ആയിരിക്കാം. അങ്ങനെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ക്ഷമ വേണം എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഒന്നിനോടും ഒരു ധൃതിയും പെടേണ്ട ആവശ്യമില്ല. കാരണം
എവിടെ പോയാലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ള ആ വിശ്വാസമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മാനസികവും ശാരീരികവുമായിട്ടൊക്കെ വളരെയധികം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഊർജം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ആയിട്ട് കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറഞ്ഞു പോകുന്നതായിട്ട്, അതൊക്കെ എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കും. പ്രത്യേകിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നല്ല രീതിക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അത്തരം ഒരു വലിയൊരു വ്യത്യാസമാണ് നിങ്ങൾക്കിടയിലേക്ക് വരുവാൻ പോകുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായി നോക്കുക. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.